തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനവും ഹൃദയഭൂമിയുമായിരുന്ന പത്മനാഭപുരത്തിനടുത്തുള്ള പ്രകൃതി മനോഹരമായ ചാരോട് എന്ന ഗ്രാമമാണിത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വേളിമലയുടെ അടിവാരത്തുള്ള ഈ കൊച്ചു ഗ്രാമം ചരിത്രത്തിൽ ഇടം നേടിയത് 2 കാരണങ്ങളാലാണ്. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ അകലെയായിട്ടുള്ള ഈ ഗ്രാമത്തിൽ പ്രാചീന തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഒരു കൊട്ടാരം നിർമ്മിച്ചിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ രാജാവിന് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ കൊട്ടാരം. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ചാരോട്ട് കൊട്ടാരത്തിലേക്ക് ഒരു തുരങ്കപാതയും നിർമ്മിച്ചിരുന്നു. ചാരോട്ട് കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ഈ ഗ്രാമത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തിനുള്ള 2ാമത്തെ കാരണം ഈ ക്ഷേത്രമാണ്. ചാരോട് ആനശാസ്താ ക്ഷേത്രം 1400 വർഷങ്ങൾക്ക് മുൻപ് ശബരിമല ശാസ്താക്ഷേത്രത്തിനും മുൻപേ നിലനിന്നിരുന്ന ക്ഷേത്രം. ശബരിമല ക്ഷേത്രത്തിലേതുപോലെ ഇരുമുടിക്കെട്ടുമായി ശാസ്താവിനെ ഭക്തർ ദർശനം നടത്തിയിരുന്ന ക്ഷേത്രം. രാജ്യവും രാജാക്കന്മാരും രാജ്യ തലസ്ഥാനവും മാറിയപ്പോൾ കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ടുപോയ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്ര നിർമ്മിതിക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ആയിരത്തി 400 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാര ക്ഷേത്രത്തിലെ സരസ്വതി ദേവി ആനപ്പുറത്ത് എഴുന്നള്ളി ആറാട്ടിനായി ഈ ഗ്രാമത്തിലെ ഒരു ജലാശയത്തിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ചില ആനകൾ ദേവിയോടൊപ്പം തിരിച്ചെഴുന്നള്ളാൻ വിസമ്മതിച്ചു നിന്നു. കാരണം തിരക്കിയ രാജാവിനോട് പുരോഹിതന്മാർ ചാരോട്ട് ഗ്രാമത്തിലെ ശാസ്താവിൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ കാരണം എന്നറിയിക്കുന്നു. തുടർന്ന് ഘോരവനമായിരുന്ന ഈ സ്ഥലത്ത് ആനപ്പുറത്ത് ഇരിക്കുന്ന സ്വയംഭൂവായ ശാസ്താവിനെ മഹാരാജാവ് ദർശിക്കുന്നു. തുടർന്ന് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ഭക്തർ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇരുമുടിക്കെട്ടുമായി ദർശനം നടത്തുകയും ചെയ്തു വന്നു. ആനശാസ്താ ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് ക്ഷേത്രത്തിനുള്ളിലും പരിസരത്തുമായി 100 കണക്കിന് ചെറുതും വലുതുമായ കരിങ്കല്ലിൽ നിർമ്മിച്ച ആനശില്പങ്ങളെ കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു ആചാരത്തിൻ്റെ ശേഷിപ്പാണ് ഇവ. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്ന ഭക്തന്മാർ 18ാമത്തെ തവണ ദർശനം നടത്തുമ്പോൾ കരിങ്കല്ലിൽ നിർമ്മിച്ച ചെറുതോ വലുതോ ആയ ഒരു ആനയുടെ ശില്പം ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഒരു ആചാരമായിരുന്നു. അങ്ങനെയാണ് ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് കരിങ്കൽ നിർമ്മിതമായ ആനശില്പങ്ങൾ വന്നുചേരാൻ ഇടയായത്. ഇന്നും ഈ ക്ഷേത്ര പരിസരം എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഖനനം ചെയ്യുമ്പോൾ നിരവധി ആനയുടെ ശില്പങ്ങൾ കണ്ടെടുക്കാറുണ്ട്. അത്തരത്തിൽ ലഭിക്കുന്ന ആനശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ടുപോയ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കി ഈ തലമുറയുടെ ശ്രദ്ധ പതിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.